ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മുടി കൊഴിച്ചില, താരൻ, അതുപോലെ മുടിക്ക് ഒട്ടും ജീവനില്ലാത്ത അവസ്ഥ, ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ വില കൂടിയ പല പ്രൊഡക്ട്സും വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്തും അടുക്കളയിലും ഒക്കെ ലഭിക്കുന്ന ഒന്ന് രണ്ട് നാടൻ ചേരുവകൾ ഉണ്ടെങ്കിൽ മുടിയുടെ സകല പ്രശ്നങ്ങളും മാറ്റി മുടി നല്ല കരുത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഉലുവ ചെമ്പരത്തി താളി. ഉലുവയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടിയുടെ വേരുകളെ ശക്തമാക്കി മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചെമ്പരത്തിയിലെ ആകട്ടെ മുടിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മികച്ച നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. വരണ്ട മുടിയൊക്കെ മാറ്റി മുടി നല്ല പട്ടുപോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പം ഈ രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ നാടൻ താളി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഇതെങ്ങനെയാണ് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നതെന്നുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് ഈ താളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ 3 സ്പൂൺ ഉലുവ തലേദിവസം രാത്രി തന്നെ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വെള്ളത്തിന് പകരം തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അത് അത്യുത്തമമാണ്. ഇപ്പം എനിക്ക് കഞ്ഞിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ദേ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് ആ വെള്ളമൊക്കെ വലിച്ച് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 സ്പൂൺ ഉലുവയാണ്. നിങ്ങൾക്ക് മുടിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി പൂ കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചേരുവയായിട്ടുള്ള ഉലുവ, അതിൽ നിന്ന് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പ്രധാന ചേരുവയായ ചെമ്പരത്തി ഇലയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പരത്തി ഇല ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നില്ല. സാധാരണ പലരും ഉലുവയോടൊപ്പം ഇത് മിക്സിയിലിട്ട് അടിക്കാറാണ് പതിവ്. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ തരിവുകൾ മുടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ മുടി ഉണക്കി കഴിയുമ്പോഴത്തേക്കും അത് ചീകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നമ്മുടെ ഉലുവയുടെ വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ചെമ്പരത്തിയില നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി തിരുമ്മിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അലക്കുകല്ലിൽ ഇല കൊണ്ടുപോയിട്ട് ഉരച്ച് തിരുമ്മിയെടുക്കുക, അല്ലെങ്കിൽ ഇല മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു കറക്ക് മാത്രം കറക്കി എടുത്തിട്ട് വീണ്ടും തിരുമ്മിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നതിന് മുൻപായി മുടിയിലെ കെട്ടുകളൊക്കെ നന്നായിട്ട് ചീവി വൃത്തിയാക്കുക. തലയിൽ നേരിയ രീതിയിൽ ഏതെങ്കിലും ഹെയർ ഓയിൽ തേക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം മുടി ചെറിയ ചെറിയ സെക്ഷനുകളായി മാറ്റിയിട്ട് ഈ താളി ആദ്യം നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തലയോട്ടിയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന താളി മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റ് തലയിൽ വയ്ക്കാവുന്നതാണ്. ചെമ്പരത്തിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ ക്ലെൻസറാണ്. അതുകൊണ്ട് നമുക്ക് കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. വെറും സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളയാവുന്നതാണ്. മുടിയുടെ അഴുക്കൊക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയ്ക്കും ചെമ്പരത്തിക്കും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കഫക്കെട്ട്, സൈനസ് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവർ ഒരു 5-10 മിനിറ്റ് കൂടുതൽ തലയിൽ വെക്കരുത്. ഇത് ആഴ്ചയിൽ 1-2 തവണ ചെയ്യുന്നത് വഴി മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഉള്ളോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഉലുവ താളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.